10 മിനിറ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ദോശ ചുടുന്ന പോലെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ടൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മാവൊന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് അധികം പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ബബിൾസ് വന്നു തുടങ്ങും. ഈ ബബിൾസ് വന്ന് സ്റ്റോപ്പ് ആവുന്നവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള പാൻ കേക്ക് നമുക്ക് വെറും 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.